അഭിനയവും അല്ലെങ്കിൽ സ്റ്റേജിലെ പെർഫോമൻസും രണ്ടും രണ്ടാണ്. യെസ്. ഞാൻ ഒരു ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കുന്നത് പോലെയല്ല സ്റ്റേജിൽ അഭിനയിക്കുക. ഇതൊന്നുമല്ല ശരിക്കും നമ്മളൊരു റീൽസൊക്കെ ചെയ്യുമ്പോൾ വേറെയാണ്. ശരിക്കും ഒരു സ്വയം ഒരു കഴിവ് തിരിച്ചറിഞ്ഞത് ഏതായിരുന്നു ആദ്യം? ഡാൻസ്. ഡാൻസ് തന്നെയായിരുന്നു. അപ്പോൾ ഏതൊരു പ്രായം മുതലായിരുന്നു അത്? ചെറുപ്പം മുതലേ ഉണ്ട്. കാരണം എനിക്ക് 4 ചേച്ചിമാരാണ്, ഒരു ചേട്ടൻ, അച്ഛൻ, അമ്മ, എൻ്റെ ഫാമിലി. വലിയൊരു ഫാമിലി ആണെങ്കിലും കുഞ്ഞൊരു വീട്. സാധാരണ കൂലിപ്പണിക്കാരാണ് എൻ്റെ ഫാമിലി ഉള്ളത്. സോ അതിലെല്ലാവരും അച്ഛൻ 4 ചേച്ചിമാരെ കല്യാണം കഴിഞ്ഞു, ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞു. പിന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം. അപ്പോൾ അച്ഛനും അമ്മയും ജോലിക്ക് പോയി കഴിഞ്ഞാൽ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കും. ഏറ്റവും താഴെയുള്ള ആളാണ്. അതായത് ഏജ് ഡിഫറൻറ്റും ഉണ്ട് കേട്ടോ. കാരണം എത്ര മക്കളാണ്? 6 മക്കൾ. 6 മക്കൾ. ആറാമത്തെ ആളാണ്. ആറാമത്തെ ആൾ ചിലപ്പോൾ 4 ചേച്ചിമാരും ചേട്ടനും കഴിഞ്ഞ്, ചേട്ടന് 13-14 വയസ്സ് കഴിഞ്ഞിട്ടാണ് അമ്മ എന്നെ പ്രഗ്നൻ്റ് ആവുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഏജ് ഡിഫറൻറ്റ് ഉണ്ട്. ഞാനും അമ്മ ഇപ്പോൾ ഒരുമിച്ച് എവിടെയും പോയി കഴിഞ്ഞാൽ അമ്മൂമ്മയാണോ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഏജ് ഡിഫറൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ എന്നെ നല്ല രീതിയിൽ പുന്നാരിച്ച് എൻ്റെ ചേച്ചിമാർ എന്നെ വളർത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ശനി ഞായറൊക്കെ വീട്ടിൽ, അന്നത്തെ കാലത്ത് റേഡിയോ ആണെന്നല്ലോ, FM റേഡിയോയിൽ കേൾക്കുന്ന വെള്ളിയാഴ്ച ദിവസങ്ങളൊക്കെ ചിത്രഗീതം അങ്ങനെയൊക്കെ വരുന്ന ആ ഒരു സാധനമൊക്കെ കേട്ട് വീട്ടിൽ ഡാൻസ് കളിക്കും. TV ഒന്നും ഇല്ലാതെ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കലയാണ്. അപ്പോൾ ഡാൻസ് ചെറുപ്പം മുതലേ ഉണ്ട്. പക്ഷെ അതിൽ പറയാൻ മാത്രം ഞാൻ ഇതുവരെ ഡാൻസ് പഠിച്ചിട്ടില്ല. ഞാൻ അതാ ചോദിക്കാൻ വന്നത്, പഠിക്കാൻ പറ്റിയിട്ടുണ്ടോ? എനിക്കറിയാം, അതാണ് ഞാൻ അങ്ങോട്ട് എടുത്ത് പറയാൻ കാരണം. എനിക്കിതുവരെ ഒരു ഗുരു എന്ന് പറയാൻ ചൂണ്ടിക്കാണിക്കാൻ ഇന്ന് വരെ ഒരാളുമില്ല. എന്നാൽ ഞാൻ സ്റ്റേജ് ചെയ്യാത്തതുപോലെ ഞാൻ പുറത്ത് പോയിട്ട് ഇപ്പം അത് തന്നെയാണ് ചെയ്യുന്നത്. ദുബായിലും ഡാൻസ് തന്നെയാണ്. സോ ഞാൻ സൂര്യ TV ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് ചാനലുകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് വേദികളിൽ ചെയ്തിട്ടുണ്ട്. അപ്പം കുഴപ്പമില്ല.